ഹലോ വെൽക്കം ഓൾ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് അതാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ഹെഡിങ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് ടോപ്പിക്കാണ് കേട്ടോ. ഇത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് ഹെഡിങ്സ് ആണ്. അതിൽ പെർമ്യൂട്ടേഷൻസുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ പറഞ്ഞു ക്രമീകരണം, അറേഞ്ച്മെന്റ്, അതായത് ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ, ഹൗ മെനി വേസ് ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ്, എത്ര രീതിയിൽ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് പെർമ്യൂട്ടേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ, ക്രമീകരണം അറേഞ്ച്മെന്റ് ആണെങ്കിൽ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് അതിന്റെ ജസ്റ്റ് ബാക്കിയുള്ള ഭാഗമായ കോമ്പിനേഷൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോമ്പിനേഷൻസ് എന്താണ്, അതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് കോമ്പിനേഷൻസ്? തെരഞ്ഞെടുക്കലാണ്. ഇത് നമ്മളിപ്പോൾ കുറേ ഇത്ര ഡിഫറെന്റ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സെലക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ആ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതും ഏതൊക്കെ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആ സെലക്ഷൻസ് ആണ് എന്തെന്ന് വിളിക്കുക, നമ്മൾ കോമ്പിനേഷൻ എന്ന് വിളിക്കുക. സെലക്ഷൻ ആണ്, തെരഞ്ഞെടുക്കലാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന പെർമ്യൂട്ടേഷൻസുമായി ബന്ധപ്പെട്ട തന്നെയുള്ള അതിൻ്റെ നെക്സ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പോലെയുള്ള ടോപ്പിക്കാണ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ, COMBINATION, കോമ്പിനേഷൻ. എന്താ അതിൻ്റെ അർത്ഥം? തെരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. കോമ്പിനേഷൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്, NCR ആണ്. NCR എന്ന് പറയുന്ന, അതായത് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് മറ്റേതിൽ എന്താ ഇത് നമ്മൾ NPR ആണ്. പെർമ്യൂട്ടേഷൻ്റെത് NPR ആയിരുന്നു. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ എന്താ പറയുക, ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കോമ്പിനേഷൻസ് അല്ലെങ്കിൽ സെലക്ഷൻസ് എടുക്കുമ്പോൾ ആ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള അക്ഷരത്തിൽ മാത്രമല്ല, നമ്മുടെ ഇക്വേഷനിൽ മറ്റേതിൽ എന്തായിരുന്നു, n⁻n - r ഫാക്ടോറിയൽ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കോമ്പിനേഷൻസിന്റെ ഇക്വേഷൻ ഇതാണ് നമ്മൾ ചെയ്യുന്നത്, n⁻r ഇൻറ്റു n-r ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ സെലക്ഷൻസിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സെലക്ഷൻ, അതായത് കോമ്പിനേഷൻ എന്ന് പറയുന്ന സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, ആ രീതി തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ സെലക്ഷൻസിലേക്ക് പോകുമ്പോൾ NCR എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് n⁻r ഇൻറ്റു n-r ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെ നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്നതാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. NPR ആണ്, ചെറിയ വ്യത്യാസം. പെർമ്യൂട്ടേഷൻ ക്രമീകരണം, അറേഞ്ച്മെന്റ് ആണെങ്കിൽ കോമ്പിനേഷൻ സെലക്ഷൻ ആണ്, തിരഞ്ഞെടുക്കലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും നോക്കാം, അതിന്റെ സൊല്യൂഷൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ഹൗ മെനി വേസ് 5 students chosen from 12 students. ഏതൊക്കെ രീതിയിൽ നമുക്ക് 12 കുട്ടികളിൽ നിന്നും 5 കുട്ടികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, അതായത് 12 ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്, വിദ്യാർത്ഥികളാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, 5 സ്റ്റുഡൻസിനെ നമുക്ക് സെലക്ട് ചെയ്യണം. എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര സെലക്ഷൻസ് നമുക്ക് അതിനകത്ത് നിന്ന് നടത്താൻ പറ്റും, അത് കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, NCR. ഇൻ ഹൗ മെനി വേസ് 5 students can be selected from a group of 12 students. 12 കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നും 5 കുട്ടികളെ നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എത്ര രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്, NCR, n മീൻസ് ദ ടോട്ടൽ നമ്പർ. ആ തന്നിരിക്കുന്നതിൽ ടോട്ടൽ നമ്പർ ആയിരിക്കണം n എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 12. അതിൽ നിന്ന് നമ്മൾ കോമ്പിനേഷൻ എടുക്കേണ്ടത്, സെലക്ഷൻ എടുക്കേണ്ടത് എത്ര സ്റ്റുഡൻസിനെയാണ്, ഇത് n ആണ്, ഇത് r ആണ്, ഓർക്കുക. അപ്പൊ CR എന്ന് പറയുന്നവർക്ക് C അവിടെ എഴുതി, നമ്മൾ R ഏത് എഴുതണം, 5 സ്റ്റുഡൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നോക്കുക, ഇക്വേഷൻ ഇതാണ്, 12C5 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഈ 12 എന്ന് പറയുന്നത് n-ഉം 5 എന്ന് പറയുന്നത് r-ഉമാണ്. അത് ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്താണ് ഫാക്ടോറിയൽ എഴുതേണ്ടത്, n ഫാക്ടോറിയൽ. n ഏതാ അതിനകത്ത്, 12 ആണ്. അപ്പൊ 12 ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ. r ഏതാണ്, 5 ആണ്. 5 ഫാക്ടോറിയൽ ഇൻറ്റു വീണ്ടും അഗൈൻ ബ്രാക്കറ്റിനകത്ത്
12 minus r, that is 12 minus 5 factorial. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ, അതായത് 15 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ നിന്ന് എത്ര രീതിയിൽ നമുക്ക് 5 കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ, തിരിച്ചു പറഞ്ഞു, ഒരു കുട്ടി എടുക്കുന്നു, വേറൊരു കുട്ടി എടുക്കുന്നു, അതല്ലാതെ വേറെ ഏതൊക്കെ രീതിയിൽ, ഇപ്പോൾ ബോയ്സും ഗേൾസും അടങ്ങുന്ന കുട്ടികൾ വ്യത്യസ്തരാണല്ലോ, അവരുടെ പേര് മുഖേന അവർ വ്യത്യസ്തരാണ്. സോ ഏതൊക്കെ കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യാം, എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, വെയ്സ്, നമ്പർ ഓഫ് വെയ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിൻ്റെ എണ്ണം എടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര രീതിയിൽ നമുക്ക് ഈ 12 സ്റ്റുഡൻസിൽ നിന്ന് 5 സ്റ്റുഡൻസിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ 12C5 എന്ന് പറയുന്നതാണ് എടുക്കുക. അതിനകത്ത് ടോട്ടൽ നമ്പർ നമ്മൾ n ആയിട്ട് എടുക്കണം, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ 6 ആയിട്ട് എടുക്കണം. അപ്പോൾ 12C5 എന്നാണ് നമ്മൾ എഴുതുക. 12 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ബൈ ഇൻറ്റു 12 മൈനസ് 5 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 12 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 12 എന്ന് തുടങ്ങി നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എവിടെ വരെ എഴുതും? 12 ഇൻറ്റു 11 ഇൻറ്റു 10 9 8 7 6 5 4 3 2 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബൈ ഇനി അതിന്റെ ഫാക്ടോറിയൽ എഴുതി, 12ന്റെ ഫാക്ടോറിയലാണ് നമ്മൾ എഴുതിയേക്കണം. 1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും സെയിം ആൻസർ, ബാക്കിയുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുള്ളൂ. അടുത്ത 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എഴുതണമെന്നില്ല, നമുക്കറിയാം. ഇനി 12 മൈനസ് 5 ആണ്. 12 മൈനസ് 5 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? ഇതിന്റെ ഉത്തരം നമുക്കറിയാം 7 ഫാക്ടോറിയൽ ആണ്. അതായത് 12 മൈനസ് 5 എന്ന് പറയുന്നതിന്റെ ഉത്തരം 7 ആണ്, 7ന്റെ ഫാക്ടോറിയൽ. അപ്പോൾ 7ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ 7 തുടങ്ങി റിവേഴ്സ് ചെയ്താൽ 7 6 5 4 3 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാക്ടോറിയൽ നമ്മൾ കൊടുത്തു, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു, അതായത് അതിൻ്റെ സംഖ്യകളൊക്കെ നമ്മൾ 12 ഫാക്ടോറിയൽ ഉണ്ട്, 5 ഫാക്ടോറിയൽ ഉണ്ട്, അടുത്ത 7 ഫാക്ടോറിയൽ എല്ലാം എഴുതിയതിന് ശേഷം ഇനി നമുക്ക് അടിയിലും മുകളിലും കോമൺ ആയിട്ട് വരുന്ന വല്ല സംഖ്യകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സ്ട്രൈക്ക് ചെയ്യാം. നോക്കാം, ഇവിടെ 7 തുടങ്ങി 2 വരെ റിപ്പീറ്റഡ്ലി അത് മുഴുവനും നമുക്കത് ഇവിടെയും ഉണ്ട്. സോ നമുക്കത് വെട്ടിക്കളയാം. പിന്നെ അടുത്തത് വരുന്നത് ഏത് കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നോക്കാം, ഇവിടെ 2 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് അവിടെ 4 എഴുതാം. 2 വെട്ടി 4 വെട്ടി. നോക്കാം, ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു 4 കിടക്കുന്നുണ്ട്. അപ്പം 4ന് നമുക്ക് അവിടെ തന്നെ വെട്ടിക്കളയാം. ഒരു അരികത്ത് നിന്ന് വെട്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താം, അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആകും. ഇനി അടുത്തത് വീണ്ടും അതിൻ്റെ ഇടയിൽ ഒരു 3 ഉണ്ട്. 3നെ നമുക്ക് 3 3s are 9 കൊണ്ട് വെട്ടി 3 മുകളിൽ എഴുതി, ആ 3 അവിടെ കിടക്കുന്നുണ്ട്. ഇനി 5നെ നമുക്ക് അതുപോലെ തന്നെ വെട്ടാം. 5 10ൽ 2 ടൈംസ് പോകും. അപ്പം 2 അവിടെ 10 വെട്ടിയിട്ട് അവിടെ 2 എഴുതി. അപ്പം താഴെയുള്ള സംഖ്യകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്ത് പോയി. ഇതിനകത്ത് ഇങ്ങനെ താഴെ ഡിനോമിനേറ്ററിൽ ഒന്നും അവശേഷിക്കുന്നില്ല. ബാക്കിയുള്ള സംഖ്യ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാണത്? 12 ഇൻറ്റു 11 ഇൻറ്റു 7 അല്ല 2 ഇൻറ്റു 3 ആണ്. 7 ഇതിന്റെ ഫാക്ടോറിയൽ ഞാൻ അവിടെ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വെട്ടിച്ചെറുതാക്കിയത് 2 വെച്ചിട്ടാണ്. അപ്പം ഇത്രയും മാത്രമേ വെട്ടി തീർക്കാത്തതുള്ളൂ. അതായത് ബാക്കിയെല്ലാം വെട്ടിപ്പോയ സംഖ്യകളാണ്. 12 11 2 3 ഇവ തമ്മിൽ ഗുണിച്ച് കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. അത്രയും ടൈംസ് അല്ലെങ്കിൽ അത്രയും വേസിൽ, അത്രയും ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 5 കുട്ടികളെ നമുക്ക് ഈ 12 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഗുണിക്കണം. എത്രയാണ് നമുക്ക് കിട്ടുക? 11 ഇൻറ്റു 2 22 ആണ്. 22 ഇൻറ്റു 3 36 ആണ്. എളുപ്പം കുളിക്കുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 36 11 ഇൻറ്റു 2 22 22 ഇൻറ്റു 3 36 ആണ്. 22 ഇൻറ്റു 3 66 ആണ്. 66 ആണ്. 66നെ വീണ്ടും നമ്മൾ ഒരു 12 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. 12 കൊണ്ട് ഗുണിക്കാം. 6 ഇൻറ്റു 2 12, ബാലൻസ് 1 12 1 13 166 ആണ്. 792 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് കോമ്പിനേഷൻ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ചൂസൺ എന്ന് പറഞ്ഞ വാക്കറിയാലോ, സെലക്ട് ചെയ്യാന്നാണ്. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കുക. 12C5 നമ്മൾ ഉപയോഗിച്ചു. അതിൽ നമ്മൾ എന്ത് ചെയ്തു? അത് സിംപ്ലിഫൈ ചെയ്തു, ലഘൂകരിച്ചു. നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 792 ബേസിലാണ്. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ ഈ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി വേയ്സ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി വേയ്സ് 3 letters can be selected from 4
4 letters. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്റ്റഡ് ആണ്. അപ്പോൾ കോമ്പിനേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് 3 ലെറ്റേഴ്സ് എത്ര രീതിയിൽ മൊത്തം 4 ലെറ്റേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യാം, അത് തന്നെ. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ആണ് NCR ആണ് ഉപയോഗിക്കേണ്ടത്, കോമ്പിനേഷൻ. സോ നമുക്ക് വരേണ്ടത് ടോട്ടൽ നമ്പർ N എന്ന് പറയുന്നത് 4 ആണ്, R എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 4C3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 4C3 വരുമ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ? 4 ഫാക്ടോറിയൽ, അതായത് N-ന് പകരം നമ്മൾ അവിടെ 4 ഫാക്ടോറിയൽ ബൈ നമ്മൾ എഴുതാം 4 ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ. R ഏതാണ്? 3 ആണ്. മാറിപ്പോകരുത്, സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആൻസർ മാറിപ്പോകും. 4 - 3 N - R എന്ന് പറയുമ്പോൾ 4 - 3 ഫാക്ടോറിയൽ ആണ്. നേരത്തെ ചെയ്ത പോലെ 4 ഫാക്ടോറിയൽ എഴുതുമ്പോൾ 4 × 3 × 2 എഴുതാം. ബൈ 3 ഫാക്ടോറിയൽ എഴുതുമ്പോൾ 3 × 2 എഴുതാം. ഇൻറ്റു ഇതെന്താണ്? 4 - 3 ആണ്. 4 - 3 1 ആണ്. 1ന്റെ ഫാക്ടോറിയൽ 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ 1 തന്നെ വരുള്ളൂ. അപ്പോൾ 3 യും 2 വെട്ടിപ്പോയി, അടിയിൽ നിന്നും മുകളിൽ നിന്നും. സോ 4 നമ്പർ ഓഫ് വേസ് വി ക്യാൻ സെലക്ട് ദ ലെറ്റേഴ്സ്, 3 ലെറ്റേഴ്സ് ഫ്രം 4 ലെറ്റേഴ്സ്. 4 അക്ഷരങ്ങളിൽ നിന്ന്, സംഖ്യയല്ല ഇവിടെ അക്ഷരമാണ്, 4 അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് 3 ലെറ്റേഴ്സ് വീതം, 3 അക്ഷരങ്ങൾ വീതം സെലക്ട് ചെയ്യാൻ എത്ര വേസിൽ പറ്റും എന്നാണ്? 4 വേസിൽ, 4 വ്യത്യസ്ത രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് സൂചിപ്പിക്കുക. ക്ലിയർ ആയല്ലോ? അത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് മാറുന്നതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് അടിയിൽ നിന്ന് മുകളിൽ നിന്ന് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ഒക്കെ സെയിം വരുമ്പോൾ എങ്ങനെ വെട്ടിച്ചേർത്താക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, തേർഡ് വൺ. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് 4 letters. 4 അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ലെറ്റേഴ്സ് ഫ്രം the word examination. വേർഡ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ക്യാൻ ബി ചോസൺ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. നോക്കുക, എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് തന്നിരിക്കുന്നത്. ഈ വാക്കിൽ നിന്നും 4 അക്ഷരങ്ങൾ ഉപയോഗിച്ച് എത്ര രീതിയിൽ നമുക്ക് വേർഡ് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. ചോസൺ തന്നെയാണ്, അവിടെയും സെലക്ഷൻ ആണ്. സോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ എത്ര രീതിയിൽ 4 അക്ഷരങ്ങൾ വീതം എടുത്ത് നമുക്ക് ഓരോ അറേഞ്ച്മെന്റുകൾ നടത്താൻ പറ്റും? എത്ര രീതിയിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും? അതായത് 4 അക്ഷരങ്ങളെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എക്സാമിനേഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം. അതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എക്സാമിനേഷൻ എന്ന് പറയുന്ന ആ വേർഡിൽ 1 2 3 4 5 6 7 8 9 10 11 അക്ഷരങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അറിയാം ചില അക്ഷരങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിനകത്ത് ചില അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? A comes 2 times അല്ലെ? A 2 പ്രാവശ്യമുണ്ട്. പിന്നെന്താണ്? N എന്ന് പറയുന്നത് 2 പ്രാവശ്യമുണ്ട്. പിന്നെ ഏതാണ്? I എന്ന് പറയുന്നതും 2 times ഒക്കെ 2 വീതമുണ്ട്. ഇനി ഓരോന്നുള്ളത് ഏതൊക്കെയാ? E 1 പ്രാവശ്യമുള്ളൂ, ആൻഡ് X 1 പ്രാവശ്യമുള്ളൂ. പിന്നെ ഏതാണ്? M 1 പ്രാവശ്യമുള്ളൂ. പിന്നെ T 1 പ്രാവശ്യമുള്ളൂ അല്ലെ? അപ്പൊ നോക്കുക, 1 2 3 4 5 6 7. ഇനി ഏതാണ് എഴുതാത്തത്? 2 1 E ഉള്ളൂ, 1 X ഉള്ളൂ, 1 M ഉള്ളൂ, 1 T ഉള്ളൂ, 1 O ഉണ്ട് അല്ലെ? അപ്പൊ 8. നോക്കുക, അതായത് നമുക്ക് എടുക്കാൻ പറ്റുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത് A 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, N 2 പ്രാവശ്യം റിപ്പീറ്റ്. ഇത് എല്ലാം നമുക്ക് 4 അക്ഷരം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരം വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ രീതിയിൽ നമുക്ക് 4 അക്ഷരങ്ങൾ എടുത്തിട്ട് ക്രമീകരിക്കാനായിട്ട് ഏതൊക്കെ സെലക്ഷൻസ് നടത്താൻ പറ്റും? സോ നമുക്കിവിടെ 2 പ്രാവശ്യം വീതം എയും എന്നും ഐയും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ഓൺലി 1 ലെറ്റർ. അത് ഒരു അക്ഷരമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ ലെറ്റേഴ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? A 2 പ്രാവശ്യം ആവർത്തിച്ച് വരാൻ പാടില്ല. ഓരോ അക്ഷരങ്ങൾ തന്നെ സെപ്പറേറ്റ് എടുക്കണം. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് മൊത്തം സൂചിപ്പിക്കുന്ന 11 അക്ഷരങ്ങൾ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് തന്നിരിക്കുന്നതിൽ 8 അക്ഷരങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ അക്ഷരങ്ങൾ എയിലും എന്നിലും ഐയിലും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ ഓരോന്നും കൂടി വരുന്നത് കൊണ്ടാണ് അത് 11 അക്ഷരമായത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 4 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ് 2 അക്ഷരങ്ങൾ ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല, ഒറ്റ അക്ഷരം എടുക്കാൻ പറ്റുള്ളൂ. കാരണം A 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് എടുക്കേണ്ട സെലക്ഷൻ എങ്ങനെയായിരിക്കണം? 11C4 എന്നാണോ എടുക്കേണ്ടത്? അല്ല, 11C4 എടുക്കാൻ പറ്റില്ല. ദിസ് ഈസ് 1 ലെറ്റർ. 1 2 3 4 5 6 7 8 അക്ഷരങ്ങളായിട്ടേ നമ്മൾ ഇതിനെ കണക്കാക്കുള്ളൂ. കാരണം എന്താണ്? A എന്ന് പറയുന്നത് 2 ഉണ്ട്. 2 പ്രാവശ്യം നമ്മൾ എടുക്കില്ല. നമ്മളോട് 4 അക്ഷരമേ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സോ വി കനോട്ട് റിപ്പീറ്റ് ദ ലെറ്റർ. ആ ലെറ്റർ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കുക.
അപ്പോൾ 8 അക്ഷരങ്ങളായതുകൊണ്ട് എന്ത് എഴുതണം? 8C4 ആണ് നമ്മൾ എടുക്കേണ്ടത്. 11C4 എന്നല്ല, അത് തെറ്റായിരിക്കും. കാരണം 11 അക്ഷരങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് 3 അക്ഷരങ്ങൾ 2 പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ 11 അക്ഷരങ്ങളായിട്ട് ഫോം ചെയ്തത്. അപ്പോൾ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന 4 അക്ഷരങ്ങൾ വീതം എടുക്കാൻ പറ്റുന്നത് ഏതുള്ളൂ? 8 എണ്ണേ ഉള്ളൂ. A ഒരെണ്ണം, 2 N ഉണ്ട്, പിന്നെ 3 I ഉണ്ട്, ബാക്കിയുള്ള 5 അക്ഷരങ്ങൾ. അപ്പോൾ 5 3 8 അക്ഷരങ്ങൾ എടുക്കാം. 8C4. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 8 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 8 മൈനസ് 4 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ 8ന്റെ ഫാക്ടോറിയൽ നമ്മൾ എഴുതുമ്പോൾ 8 7 6 5 4 3 2 എഴുതി. ബൈ 4ന്റെ ഫാക്ടോറിയൽ എഴുതുമ്പോൾ 4 3 2 1 എഴുതിയില്ല. അടുത്തത് വീണ്ടും അഗൈൻ 4 ഫാക്ടോറിയൽ തന്നെയാണ് അല്ലേ? ഇതിന്റെ റിസൾട്ട് ഇതാണല്ലോ, 4 ഫാക്ടോറിയൽ എന്നാണ്. അതായത് നമുക്കറിയാം 8 മൈനസ് 4 അത് 4 ആണ്. അപ്പോൾ 4ന്റെ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി 4 × 3 × 2 നമ്മൾ എഴുതേണ്ടി വരും. ഈ 4 ഫാക്ടോറിയൽ ഇതാണ്. അടുത്തത് 8 മൈനസ് 4 എന്ന് പറയുമ്പോഴും 4 ഫാക്ടോറിയൽ തന്നെയാണ് വരിക. അപ്പോൾ 4 × 3 × 2 നമ്മൾ ഒരു പ്രാവശ്യം കൂടി എഴുതുന്നു. ഇനി വെട്ടി ചെറുതാക്കാം. നമുക്ക് 4 × 3 × 2 കോമൺ ആയിട്ട് അടിയിലും മുകളിലും വന്നിട്ടുണ്ട്, വെട്ടിക്കളയാം. ഇനി ചെറുതായിട്ട് വെട്ടാൻ പറ്റുന്നത് 2 6 3 പ്രാവശ്യം പോകും. അഗൈൻ 3 3 പോയി. അടുത്തത് 4 നമുക്ക് വെട്ടാൻ പറ്റും. 2 കൊണ്ട് 2 × 4 ആണ് 8. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? 2 ഉണ്ട്, ഒരു 7 ഉണ്ട്, ഒരു 5 ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രാവശ്യം 9 2 × 7 14 ആണ്. 14 × 5 അല്ലെങ്കിൽ 7 × 5 35 ആണ്. 35 × 2 എത്രയാണ് കിട്ടുക? 70 വേസ്. 70 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 അക്ഷരങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഈ വാക്കിൽ നിന്ന്. എക്സാമിനേഷൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് 4 അക്ഷരം ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക സെലക്ഷൻസ് നടത്താൻ പറ്റുന്നത് 70 രീതിയിലാണ്, 70 വേസിലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അക്ഷരങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള 4 ലെറ്റേഴ്സ് എടുക്കണോ അല്ലെങ്കിൽ 3 ലെറ്റേഴ്സ് എടുക്കണോ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന വാക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അക്ഷരങ്ങൾ എത്രയെങ്കിലും പ്രാവശ്യം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുണ്ടാകും. ചിലത് 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ സക്സസ്. ഇപ്പം അതിന് മുമ്പ് നമ്മൾ മിസിസിപ്പി എന്ന് പറയുന്ന ഒരു വാക്ക് പഠിച്ചിരുന്നു അല്ലെ കഴിഞ്ഞ ദിവസം. അപ്പൊ അതിനകത്ത് എസ് തന്നെ 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഐയും അതുപോലെ 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അക്ഷരത്തെ ഒരക്ഷരമായിട്ടേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് ഓർക്കുക. ആ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഇങ്ങനെയുള്ള വേർഡ്സിൽ നിന്ന് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറ്റുന്ന 4 വേർഡ്സ് അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ 3 അക്ഷരം ഉപയോഗിക്കുന്നതോ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റേഴ്സ് ചൂസ് ചെയ്യുന്നത് അത് 6 ആയിട്ട് കണക്കാക്കുക. അതിനകത്ത് നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് വേസ് നമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരത്തെ 1 ആയിട്ടേ കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ടാണ് ഇത് ആക്കിയത്. അല്ലെങ്കിൽ നമ്മൾ ഇതാണ് 11C4 എന്ന് വെച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻസർ തെറ്റാകും. കാരണം 11 അക്ഷരങ്ങളില്ല. എക്സാമിനേഷൻ എന്ന് പറയുന്ന വാക്കിൽ ആകെ ഉള്ളതാണ് 11 അക്ഷരങ്ങൾ. പക്ഷെ അതിനകത്ത് ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് 11 അക്ഷരം ഫോം ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് 8 അക്ഷരങ്ങളുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. മറ്റൊരെണ്ണം, ഹൗ മെനി വേസ് യു ക്യാൻ ഫോം എ ട്രയാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി വേസ് ക്യാൻ വി ഫോം ട്രയാങ്കിൾസ് യൂസിങ് എനി 3 points. 3 points on a plane with 15 points മാർക്ക്. ഇതാണ് അടുത്ത ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, അതായത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഒരു എത്ര രീതിയിൽ നമുക്ക് ട്രയാങ്കിൾസ് ഫോം ചെയ്യാമെന്ന്. ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക വൈറ്റ് ബോർഡിലോ അല്ലെങ്കിൽ വൈറ്റ് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നമ്മളൊരു 15 കുത്തുകൾ ഇട്ടിരിക്കുകയാണ്, പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ആ 15 പോയിന്റുകളിൽ എത്ര രീതിയിൽ നമുക്ക് ആ പോയിന്റുകളെ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റും. എത്ര രീതിയിൽ, ഇനി ഹൗ മെനി വേസ് ആണ് കേട്ടോ. അപ്പൊ എത്ര പോയിന്റുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ട്രയാങ്കിൾസ് ആണ്. ഇപ്പൊ ഈ 3 പോയിന്റ് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞില്ല എങ്കിൽ കൂടി ചിലപ്പോൾ ഈ 3 പോയിന്റ് എന്ന് പറയില്ല. നമുക്കറിയാം, വി നോ ദാറ്റ്, നമുക്കറിയാലോ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര പോയിന്റ് വേണം? 3 പോയിന്റ് എന്തായാലും വേണം. അത് ചിലപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തു, ഇവിടെ നേരെ തന്നെ. അല്ല എന്നുണ്ടെങ്കിലും ട്രയാങ്കിൾസ് ഫോം ചെയ്യാം യൂസിങ് എ പ്ലെയിൻ വിത്ത് 15 പോയിന്റ്സ് മാർക്ക്. 15 പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിനിൽ നമുക്ക് എത്ര ട്രയാങ്കിൾസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും? ആ പോയിന്റുകൾ സെലക്ട് ചെയ്ത് എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ട്രയാങ്കിൾസിന് 3 പോയിന്റുകൾ
യോജിപ്പിച്ചാലാണ് 3 പോയിന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്താലാണ് ജോയിൻ ചെയ്താലാണ് നമുക്ക് ട്രയാങ്കിൾ കിട്ടാൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഏതാണ്? 15C3 ആണ്. കണ്ടല്ലോ, 15 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ്. ഈ 3 ഇവിടെ ഓൾറെഡി നേരെ തന്നിട്ടുണ്ട്. അതില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ മനസ്സിലാക്കുക. കാരണം ത്രികോണത്തിന് 4 പോയിന്റുകളാണ്. അതേസമയം ത്രികോണം മാറ്റി ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലോ 4 വശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? 4 പോയിന്റുകൾ നമുക്ക് കൂട്ടിച്ചേർത്താലാണ് ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യാൻ പറ്റുക. അപ്പൊ 4 പോയിന്റുകൾ വേണം. അപ്പൊ 15C4 ഉപയോഗിക്കണം. പെന്റഗൺ ആണെങ്കിലോ പഞ്ചഭുജം, അപ്പൊ 5 പോയിന്റുകൾ മാർക്ക് ചെയ്ത്. അപ്പൊ 15C5 ഉപയോഗിക്കണം. ഷഡ്ഭുജം ആണെങ്കിലോ ഹെക്സഗൺ, അപ്പൊ അതിനകത്ത് 6 പോയിന്റുകൾ യോജിപ്പിച്ചാലാണ് പറ്റുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം. ഇവിടെ ട്രയാങ്കിൾ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 15C3 ദാറ്റ് ഈസ് 15 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 15 മൈനസ് 3 ഫാക്ടോറിയൽ ആണ് ചെയ്യേണ്ടത്. 15 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 15ന്റെ റിവേഴ്സ് പോകാം. 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2. ഓക്കെ, ബൈ 3 ഫാക്ടോറിയൽ. അപ്പൊ 3 ഇൻറ്റു 2 ഇൻറ്റു ഇതാണ് 12 ഫാക്ടോറിയൽ ആണ് അല്ലേ? ഇതിന്റെ ഉത്തരം 15 3 പോയി കഴിഞ്ഞാൽ 12 ആണ്. അപ്പൊ 12 ബാക്കോട്ട് പോകണം. 12 ഇൻറ്റു 11 ഇത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 12 ഉറങ്ങി ഞങ്ങൾ വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മുഴുവൻ അങ്ങോട്ട് വെട്ടിപ്പോവും. ഈ ബാക്കി എഴുതാൻ പോകുന്നത്. അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും കണക്കുകൾ ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? 12 തുടങ്ങി നമുക്ക് താഴെയും റിപ്പീറ്റഡ് ആയിട്ട് വരും. 15 3 വർഷം 12 ആണ്. അപ്പൊ താഴെയും എന്ത് വരും? 12 അങ്ങോട്ട് താഴെ പോകും. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ ഫാക്ടോറിയൽ കാണുമ്പോൾ അതിന്റെ ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതാതെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എഴുതിയിട്ട് വെട്ടിക്കളഞ്ഞു. ബാക്കി ഇനി എന്താ ഉള്ളത്? ഈ 2നെ നമുക്ക് എന്ത് വെച്ച് വെട്ടാം? 14 കൊണ്ട് വെട്ടാം. 7 2s are 14. വീണ്ടും 3നെ നമുക്ക് ഇത് വെച്ച് വെട്ടാം. 5 അല്ലെ? 5 15 പോകും. അപ്പൊ ഇനി ബാക്കിയുള്ളത് അവശേഷിക്കുന്നത് 5 ഇൻറ്റു 7 ഇൻറ്റു 13 ആണ്. എന്തായിരിക്കും അതിന്റെ ആൻസർ? അത് നിങ്ങൾ നോക്കുക. 5 ഇൻറ്റു 7 ഇൻറ്റു 13 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും തവണ അത്രയും ട്രയാങ്കിൾസ് നമുക്ക് ഈ 15 പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇതിന് നമുക്ക് ക്ലിയർ ആകുക. അപ്പോൾ അതാണ് നമ്മളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ കോമ്പിനേഷൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പെർമ്യൂട്ടേഷൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? മറ്റേത് അറേഞ്ച്മെന്റ് ആണ്, ഇത് സെലക്ഷൻ ആണ്. ഇത് സെലക്ട് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് പോയിന്റുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാം. രണ്ട് വ്യത്യസ്തമാണ്. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ മറ്റേത് അറേഞ്ച്മെന്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഒരു 3-4 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് തന്നെ പഠിക്കാം. അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.